തുർക്കിക്കാരനായ നുസ്രത്ത് ഗോക്ചെ എന്നല്ല ഇയാൾ അറിയപ്പെടുന്നത്. സാൾട്ട് ബേ, ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായ അറവുകാരൻ. സാൾട്ട് ബേ തന്നെ ഇൻസ്റ്റഗ്രാമിൽ അവകാശപ്പെട്ടതുപോലെ ലോകത്തിലെ 500 മില്യൺ മനുഷ്യർക്ക് പരിചിതനായ സെലിബ്രിറ്റി. സോഷ്യൽ മീഡിയ എങ്ങനെ മോണിറ്റൈസ് ചെയ്യണമെന്നും അതുപയോഗിച്ച് ശതകോടീശ്വരനാകാമെന്നും തെളിയിച്ച റെസ്റ്റോറന്റിയർ. നമ്മുടെ ഷെഫ് പിള്ളച്ചേട്ടന് വരെ പ്രചോദനവും മാതൃകയുമായ വ്യക്തി. തുർക്കിയിലെ ഒരു കുർദിഷ് കുഗ്രാമത്തിൽ ജനിച്ച് ഇൻസ്റ്റഗ്രാം റീലുകൾ ഉപയോഗിച്ച് മാത്രം 8,000 കോടി രൂപയുടെ മൂല്യമുള്ള ബ്രാൻഡ് സൃഷ്ടിച്ച ബുദ്ധിരാക്ഷസൻ. എന്നാൽ സമീപകാല വാർത്തകൾ അദ്ദേഹത്തിന് ശുഭകരമല്ല. വീഴുകയാണ് സാൾട്ട് ബേ. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിംഗിലൂടെ സ്ഥാപിച്ചെടുത്ത സ്വന്തം പ്രശസ്തി അതിലൂടെ തന്നെ പൊളിഞ്ഞടങ്ങുന്നതും തുറക്കുന്ന റെസ്റ്റോറന്റുകളെല്ലാം അടപടലം പൂട്ടുവീഴുന്നതുമാണ് അദ്ദേഹത്തിന്റെ വർത്തമാനകാലം. തനി അറവുകാരന്റെ ശൈലിയിൽ ഓട്ടോമൻ സ്റ്റീക്കും ടോമാഹാക്കും വെട്ടിക്കൂട്ടി സ്വർണം പൊതിഞ്ഞും പൊതിയാതെയും അതിലൊരു ഉപ്പ് വിതറലുണ്ട്. നുസ്രത്ത് ഗോക്ചയെ സാൾട്ട് ബേ ആക്കിയത് ആ ഒപ്പിടലാണ്. ഞെരിഞ്ഞമർന്ന് വലതുമാറി വലതുകൈ സർപ്പമുദ്രയിലാക്കി മടക്കി 3 വിരലിൽ നിന്ന് ഉപ്പ് കൈത്തണ്ട വഴി സ്റ്റീക്കിലേക്ക് വീഴുന്ന ശൈലി. 2014 മുതൽ 2017 വരെ ഇതെല്ലാം സ്റ്റോറിയും റീലുമാക്കി സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സിനെ ഉണ്ടാക്കിയ ശേഷം ഇസ്താംബൂളിൽ റെസ്റ്റോറന്റ് ആരംഭിച്ചതോടെയാണ് സാൾട്ട് ബേയുടെ കോർപ്പറേറ്റ് ജീവിതം ആരംഭിക്കുന്നത്. ഇന്ന് ഇതുവരെ 7 രാജ്യങ്ങളിലായി 31 റെസ്റ്റോറന്റുകൾ സാൾട്ട് ബേ ഗ്രൂപ്പ് മാനേജ് ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റഗ്രാം നൽകിയ ബൂസ്റ്റപ്പിൽ റെസ്റ്റോറന്റ് ആരംഭിച്ചത് മുതൽ വിവാദങ്ങൾ സാൾട്ട് ബേയെ വിടാതെ പിന്തുടർന്നു. 2018 സാൾട്ട് ബേയുടെ ന്യൂയോർക്ക് റെസ്റ്റോറന്റ് അമേരിക്കയിലെ തന്നെ ഏറ്റവും മോശം റെസ്റ്റോറന്റുകളുടെ റാങ്കിങ്ങിൽ ഒന്നാമതെത്തി. ഒരു കൂട്ടം റെഡിറ്റ് യൂസർമാരാണ് ഈ പട്ടം സാൾട്ട് ബേക്ക് നൽകിയത്. കാരണങ്ങൾ പലതായിരുന്നു. ഒന്ന്, മുടിഞ്ഞ വില. $400 മുതൽ $5,000 വരെ വിലയുള്ള ടോമഹാക്ക് സ്റ്റീക്കുകൾ സാൾട്ട് ബേ വിൽക്കുന്നുണ്ട്. എന്നാൽ ന്യൂയോർക്കിലെ തെരുവുകളിൽ വിൽക്കുന്ന സ്റ്റീക്കുമായി രുചിയിലോ ഗുണത്തിലോ ഒരു വ്യത്യാസവും വയ്ക്കില്ലെന്നാണ് റിവ്യൂവർമാർ വിധി എഴുതിയത്. 4.5 ലക്ഷം രൂപ വിലയുള്ള സ്റ്റീക്കിൽ സ്വർണത്തിന്റെ ചെറിയ കോട്ടിംഗ് പതിച്ചിരുന്നു എന്നത് മാത്രമായിരുന്നു വ്യത്യാസം. സർവീസിന്റെ കാര്യത്തിലും ഏറ്റവും മോശം റാങ്കിംഗ് ആണ് സാൾട്ട് ബേ ന്യൂയോർക്കിന് ലഭിച്ചത്. സാധാരണ സ്റ്റീക്കുകൾ ലഭിക്കാൻ സമയമെടുക്കുമെങ്കിലും ഇതിന്റെ 4 ഇരട്ടി സമയം വരെ ഉപഭോക്താക്കൾ ഇവിടെ കാത്തിരുന്നിരുന്നു. സ്റ്റീക്കുകൾ ഓവർ കുക്ക്ഡ് ആയിരുന്നു. മാധ്യമങ്ങൾ തുടർച്ചയായി നെഗറ്റീവ് റിവ്യൂകൾ എഴുതി. എന്നാൽ അമേരിക്കൻ വെള്ളക്കാരന് തുർക്കിക്കാരനോടുള്ള വംശവെറിയായി ഇത് ചിത്രീകരിക്കാനായിരുന്നു സാൾട്ട് ബേ വ്യഗ്രത കാണിച്ചത്. ഒന്നും കൂസാതെ ന്യൂയോർക്കിൽ തന്നെ 2022 സാൾട്ട് ബേ ബർഗറുകൾക്ക് മാത്രമായി 2ാമത്തെ റെസ്റ്റോറന്റ് ആരംഭിച്ചു. ചരിത്രത്തിൽ ഇല്ലാത്ത നെഗറ്റീവ് റിവ്യൂ മൂലം മാൻഹാട്ടൻ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് 2023 ഈ റെസ്റ്റോറന്റ് പൂട്ടിച്ചു. പിന്നീട് ആരംഭിച്ച നുസ്രത്ത് സ്റ്റീക്ക് ഹൗസ് ലാഭകരമല്ലാത്ത കാരണത്താൽ അടച്ചുപൂട്ടി. ഇതിനിടെ സ്വന്തം ബ്രാൻഡ് മൂല്യം അപകടപ്പെടുത്തുന്ന പല വിവാദങ്ങളിലും സാൾട്ട് ബേ അകപ്പെട്ടു. 2017 ക്യൂബൻ ഏകാധിപതി ഫിഡൽ കാസ്ട്രോ മരണപ്പെട്ടതിന് പിന്നാലെ ഇൻസ്റ്റയിൽ കാസ്ട്രോയെ അനുകരിച്ച് പോസ്റ്റ് ചെയ്ത ഫോട്ടോ അമേരിക്കയിൽ വലിയ ബഹളത്തിന് കാരണമായി. ആ ആഴ്ചയിൽ മാത്രം സാൾട്ട് ബേക്ക് നഷ്ടപ്പെട്ടത് 2,21,000 ഫോളോവേഴ്സിനെയാണ്. തൊട്ടടുത്ത വർഷം 2018 ചെക്ക് റിപ്പബ്ലിക്കൻ മോഡലും ഇൻഫ്ലുവൻസറുമായ ടൈനസ് ട്രസ്നിക്കോവ സാൾട്ട് ബേയുടെ ഇസ്താംബൂളിലെ റെസ്റ്റോറന്റിൽ വെച്ച് അപകടത്തിൽപ്പെട്ടു. റെസ്റ്റോറന്റിലെ വെയിറ്റർ അവിടുത്തെ സ്ഥിരം ഇനമായ സ്റ്റീക്ക് ഡൈനിങ് ടേബിളിൽ വെച്ച് കത്തിച്ച് അഭ്യാസം കാണിക്കുന്നതിനിടെ മേലാസകലം പൊള്ളലേറ്റ ടൈനസിന്റെ കാരിയറും ഏറെക്കുറെ അവസാനിച്ചു. ആദ്യം ഇക്കാര്യത്തിൽ മാപ്പ് പറയാനോ പ്രസ്താവന നടത്താൻ പോലുമോ സാൾട്ട് ബേ തയ്യാറായില്ല. എന്നാൽ സോഷ്യൽ മീഡിയ ഇളകി പറഞ്ഞതോടെ $2.5 ലക്ഷം നഷ്ടപരിഹാരം നൽകി തലയൂരി. 35% പൊള്ളലേറ്റ ടൈനസിന്റെ കൈ ഇതുവരെ നേരെയായിട്ടില്ല. ഇതിനിടെ വെനിസ്വേലയിലെ ഏകാധിപതി നിക്കോളാസ് മഡൂറോ ഇസ്താംബൂളിലെ റെസ്റ്റോറന്റിൽ സ്റ്റീക്ക് കഴിക്കാനെത്തിയതും ആഗോളതലത്തിൽ വൻ വിവാദമായി. വെനിസ്വേലയിലെ 70% ജനങ്ങളും ദാരിദ്ര്യരേഖയ്ക്ക് താഴെ പട്ടിണി കിടന്ന് നരയിക്കുമ്പോഴാണ് $5,000 സ്റ്റീക്ക് കഴിക്കാൻ മഡൂറോ സാൾട്ട് ബേയിലെത്തിയത്. തന്നെ സാൾട്ട് ബേ ക്ഷണിച്ചതാണെന്നും അതിന് പണം നൽകിയില്ലെന്നും എല്ലാം വിശദീകരിച്ച് മഡൂറോ തലയൂരാൻ ശ്രമിച്ചു. അസംതൃപ്തരായ ജീവനക്കാരും സാൾട്ട് ബേക്ക് പണി കൊടുത്തു. തങ്ങൾക്ക് ലഭിക്കുന്ന ടിപ്പിന്റെ 10% വരെ സാൾട്ട് ബേ തിരിച്ചു വാങ്ങുന്നു എന്നാരോപിച്ച് സാൾട്ട് ബേ ന്യൂയോർക്കിലെ 4 വെയിറ്റർമാർ രാജിവെച്ച് പുറത്തു വന്ന് മാധ്യമങ്ങളോട് സംസാരിച്ചു. ഇത് നിഷേധിച്ച് സാൾട്ട് ബേ പറഞ്ഞത് ഈ 4 പേർക്കും കാര്യക്ഷമത ഇല്ലാത്തത് കൊണ്ട് താൻ ഒഴിവാക്കിയെന്നാണ്. എന്തായാലും അധികം നാറ്റക്കേസാവാതിരിക്കാൻ 4 പേർക്കുമായി $2,30,000 നഷ്ടപരിഹാരം നൽകി സാൾട്ട് ബേ ഊരി. COVID-19 നിയന്ത്രണങ്ങൾ ലംഘിച്ചതിന്റെ പേരിൽ സാൾട്ട് ബേയുടെ ബോസ്റ്റണിലെ റെസ്റ്റോറന്റ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് പൂട്ടിച്ചു. പിന്നീട് ഒക്ടോബർ 2021 ഇത് തുറന്നെങ്കിലും അമിത വിലയുടെ പേരിൽ വീണ്ടും വിവാദത്തിലായി. ലണ്ടനിലെ സാൾട്ട് ബേയിൽ വന്ന് ഉച്ചനേരത്ത് സ്റ്റീക്ക് കഴിച്ചൊരു കുടുംബത്തിന് നൽകിയത് £37,023 ബില്ല്. ഒരു നേരത്തെ ഭക്ഷണത്തിന് ഏതാണ്ട് 40 ലക്ഷം രൂപയോളം. 2022 ഡിസംബറിൽ ഖത്തറിൽ നടന്ന ഫുട്ബോൾ ലോകകപ്പിന്റെ സമ്മാനദാന ചടങ്ങിന് ശേഷം സാൾട്ട് ബേ സ്റ്റേഡിയത്തിൽ കാട്ടിക്കൂട്ടിയതെല്ലാം കണ്ട് ലോകം ആർത്തിച്ചിരിച്ചു. അർജന്റീനിയൻ താരങ്ങൾ മെഡൽ വാങ്ങി പുറത്തിറങ്ങുമ്പോൾ ഉടൻ സാൾട്ട് ബേ ഓടിയെത്തി സെൽഫിക്ക് ശ്രമിക്കും. മെസ്സിയെ പലവട്ടം പിടിച്ചു വലിച്ച് സെൽഫിക്ക് ശ്രമിച്ചു. ടീം അംഗങ്ങൾക്കും രാഷ്ട്രത്തലവനും മാത്രമേ ഫിഫ ലോകകപ്പിൽ ചുംബിക്കാൻ അനുവാദമുള്ളൂ. എന്നാൽ സാൾട്ട് ബേ ട്രോഫി പിടിച്ചു വാങ്ങി അതും ചെയ്തു. ഇതെല്ലാം വലിയ വിമർശനങ്ങൾക്ക് വിധേയമായി. താൻ അർജന്റീനയിലെ ഒരു റെസ്റ്റോറന്റിൽ ഏറെക്കാലം ഷെഫായി ജോലി ചെയ്തിരുന്നുവെന്നും ആ രാജ്യത്തോടുള്ള സ്നേഹമാണ് താൻ പ്രകടിപ്പിച്ചത് എന്നുമെല്ലാം പറഞ്ഞ് സാൾട്ട് ബേ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചു. താൻ മെസ്സിയുടെ വലിയ സുഹൃത്താണ് കാണിക്കാൻ പിറ്റേ ദിവസം മെസ്സി സാൾട്ട് ബേ റെസ്റ്റോറന്റിലെത്തി ഭക്ഷണം കഴിക്കുന്ന വീഡിയോ ഇൻസ്റ്റയിൽ അയാൾ പോസ്റ്റ് ചെയ്തു. എന്നാൽ ഇത് പഴയ വീഡിയോയാണെന്ന് സോഷ്യൽ മീഡിയ പെട്ടെന്ന് കണ്ടെത്തി. ന്യൂയോർക്കിൽ തുടങ്ങിയ 5 റെസ്റ്റോറന്റുകൾ 4 തവണ പൂട്ടിയും തുറന്നുമാണ് നിലവിലെ ഒരു റെസ്റ്റോറന്റിലെത്തിയത്. 2024 ലണ്ടനിലെ റെസ്റ്റോറന്റ് നഷ്ടം മൂലം പൂട്ടേണ്ടി വന്നെങ്കിലും പിന്നീട് റീലോഞ്ച് ചെയ്തു. ഇറ്റലിയിലും മെക്സിക്കോയിലും 3 റെസ്റ്റോറന്റുകൾ 2 തവണ വീതം പൂട്ടി പിന്നീട് സ്ഥലം മാറ്റി തുറന്നു. എന്തായാലും തുടങ്ങിയിടത്തല്ല സാൾട്ട് ബേ ഇപ്പോഴുള്ളത്. തന്റെ ഏറ്റവും മികച്ച സമയത്തുണ്ടായിരുന്നതിന്റെ 20% വരെ ഫോളോവേഴ്സിന്റെ എണ്ണത്തിൽ കുറവുണ്ടായി. $10,000 മുതൽ $50,000 വരെയെല്ലാം ബില്ല് നൽകി
നൽകുന്ന ഓവർ റേറ്റഡ് ആയ സ്റ്റീക്കുകൾ കഴിക്കാനെത്തുന്നവരുടെ ബുക്കിംഗിലും 30% വരെ കുറവുണ്ടായെന്ന് യാഹൂ ഫിനാൻസ് പറയുന്നു. താൻ എന്തുകൊണ്ടാണ് ഇൻസ്റ്റഗ്രാമിൽ സ്നേഹിക്കപ്പെട്ടത് എന്ന് തിരിച്ചറിയാൻ സാധിക്കാത്തത്രയും ധാർഷ്ട്യത്തിലാണ് സാൾട്ട് ബേയുടെ ഇപ്പോഴത്തെ പെരുമാറ്റമെന്ന് ജീവനക്കാർ വ്യാപകമായി പരാതി പറയുന്നു. എന്തായാലും ബ്രാൻഡ് മൂല്യം ഇടിയുകയാണെന്ന് സാൾട്ട് ബേ തിരിച്ചറിയുന്നുണ്ട്. ന്യൂയോർക്കിലെ ഒരു പ്രമുഖ PR ഏജൻസിക്ക് തന്റെ പ്രചാരണ കരാറുകൾ നൽകി മുഖം മിനുക്കാനുള്ള ശ്രമത്തിലാണ് അദ്ദേഹം.